നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കണ്ണു പൂട്ടുമ്പോ ജയിലിൽ കിടക്കുന്ന എന്റെ രഘുവേട്ടന്റെ മുഖം മനസ്സിൽ വരുന്ന. എന്തൊക്കെ പ്രതീക്ഷയോടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യന് ഇപ്പോ കുറ്റവാളികളോടൊപ്പം ഇരുമ്പഴിക്കുള്ളില്. ഓർക്കുമ്പോ എന്റെ നെഞ്ച് പെടയോ. ചേച്ചി, എന്താ ഇത്? ഈ പ്രതിസന്ധിയെ എന്ത് വന്നാലും തരണം ചെയ്യുമെന്ന് തീരുമാനിച്ചവരല്ലേ നമ്മള്. രഘുവേട്ടനെ ഇറക്കാൻ അച്ഛൻ പറ്റാവുന്നൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതിനിടയിൽ ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടുന്ന കണ്ട അത് അച്ഛന്റെ പരാജയമായിട്ട് അച്ഛന് തോന്നില്ലേ? ചേച്ചി, എന്താ ഇത്? ഈ പ്രതിസന്ധിയെ എന്ത് വന്നാലും തരണം ചെയ്യുമെന്ന് തീരുമാനിച്ചവരല്ലേ നമ്മള്. രഘുവേട്ടനെ ഇറക്കാൻ അച്ഛൻ പറ്റാവുന്നൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതിനിടയിൽ ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടുന്ന കണ്ട അത് അച്ഛന്റെ പരാജയമായിട്ട് അച്ഛന് തോന്നില്ലേ? ഞാൻ അച്ഛൻ കാണാതെ ഈ മുറിയിലിരുന്നല്ലേ അനു സങ്കടപ്പെടുന്നത്. അതിനെങ്കിലും എനിക്ക് പറ്റിയില്ലെങ്കിൽ നെഞ്ചു പൊട്ടി ഞാൻ മരിച്ചു പോകാനു. മനസ്സിന്റെ ഭാരം കുറയുമെങ്കിൽ അമ്പിളി ചേച്ചി കരഞ്ഞോട്ടെ. കണ്ണീരുകൊണ്ട് മനസ്സ് തണുപ്പിച്ച വീണ്ടും കുറെ സമയം പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് കിട്ടും. എനിക്കിപ്പോ രഘുവേട്ടനെ ഓർത്തുള്ള പേടിയാ മോളെ. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കിടക്കുമ്പോ ജീവിച്ചത് മതിയെന്ന് രഘുവേട്ടൻ തോന്നിയാലോ എന്നുള്ള പേടി. പണ്ടൊരിക്കലും രഘുവേട്ടൻ മദ്യത്തിൽ വിഷം ചേർത്ത് കഴിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് എന്റെ മോളുടെയും ഭാഗ്യം കൊണ്ട് മാത്രം രഘുവേട്ടൻ രക്ഷപ്പെട്ടത്. ഇല്ലേ ചേച്ചി, അങ്ങനെയൊന്നും രഘുവേട്ടൻ ഇനി തോന്നില്ല. ചേച്ചി വേണ്ടാത്തൊക്കെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ. അനു, എനിക്കെന്റെ രഘുവേട്ടനെ ഒന്ന് കാണണം. നിങ്ങൾ രണ്ടാളും അച്ഛനോട് സംസാരിച്ച് എന്നെ ഒന്ന് രഘുവേട്ടന്റെ അടുത്ത് എത്തിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ആരും കാണാതെ എന്റെ മോളെ എടുത്ത് തിരുവനന്തപുരത്തേക്ക് ബസ് കയറി പോകും. ചേച്ചി, എല്ലാം ശരിയാവും. കരയല്ലേ. അയ്യോ, എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. അച്ഛൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടാവും. അച്ഛാ, എന്തുപറ്റി? എന്തോ വീഴുന്ന ശബ്ദം കേട്ടല്ലോ. ഒന്നുമില്ല മോളെ, വെള്ളം എടുക്കാൻ തുടങ്ങിയപ്പോ ഗ്ലാസ് തട്ടി വീണതാ. നിങ്ങളെല്ലാരും പേടിച്ചു പോയോ? ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അച്ഛാ. ചേരു, നീ അച്ഛന്റെ മുറിയിൽ വെള്ളം കൊണ്ടുവച്ചില്ലേ? അയ്യോ, ഞാനത് വിട്ടുപോയി. ഇപ്പൊ കൊണ്ടുവയ്ക്കാം. അവള് കൊണ്ടുവയ്ക്കെന്ന് കരുതിയാ ഞാനത് ശ്രദ്ധിക്കാൻ. അതൊന്നും സാരമില്ല മോളെ. എന്താ അമ്പിളി, നിനക്കൊരു വിഷമം പോലെ? ഇങ്ങോട്ട് വന്നേ. നിങ്ങളെല്ലാവരും കൂടി ഉറങ്ങാതെ എന്തെടുക്കായിരുന്നു? ഞങ്ങള് ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കായിരുന്നു അച്ഛാ. അല്ല, അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലല്ലോ. ഉറക്കമൊക്കെ പൊതുവെ കുറവാ. അച്ഛാ, ഞാനൊരു കാര്യം പറഞ്ഞാ അച്ഛന് വിഷമം തോന്നോ? എന്തിനാ വിഷമിക്കുന്നേ മോളെ? അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടി മോളൊന്നും പറയില്ലെന്ന് അച്ഛനറിയാലോ. എന്നോട് പറയേണ്ട കാര്യമായതുകൊണ്ടല്ലേ നീ ചോദിച്ചത്. അമ്പിളി ചേച്ചിക്ക് രഘുവേട്ടനെ കാണണമെന്ന് വല്ലാതെ ആഗ്രഹമുണ്ട്.
അച്ഛന് സങ്കടം ഉണ്ടാന്ന് കരുതിയ ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. പക്ഷെ ഇനിയും കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല അച്ഛ. രഘുവേട്ടനും ആഗ്രഹം ഉണ്ടാവില്ലേ അച്ഛനെ എന്നെ ലക്ഷ്മി മോളെയൊക്കെ ഒന്ന് കാണണമെന്ന്? ഇല്ല അമ്പിളി. അമ്പിളി അവൻ ജയിലിലാണെന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത് പോലും അവൻ സഹിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ വെച്ച് അവൻ നമ്മളെ കണ്ടാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കാണുമ്പോ നെഞ്ചൊന്ന് പിടഞ്ഞാലും കണ്ടു കഴിയുമ്പോ രഘുവേട്ടന് കൂടുതൽ ആശ്വാസമാവും അച്ഛ. എനിക്ക് ഏതായാലും രഘുവേട്ടനെ കണ്ടേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഉരുകിച്ചാവും. അച്ഛൻ അമ്പിളി ചേച്ചി ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ അറിഞ്ഞ കാര്യം രഘുവേട്ടൻ ചിലപ്പോൾ ജയിലിൽ വെച്ച് എങ്ങനെയും അറിഞ്ഞു കാണും. അല്ലെങ്കിൽ ഇവിടെ വന്ന് വിവരം പറഞ്ഞാള് അയാളുടെ മരുമകനെ അറിയിച്ചാലും പോരെ. അതെ അച്ഛാ, നമ്മളെല്ലാം അറിഞ്ഞെന്ന് മനസ്സിലാക്കിയ രഘുവേട്ടന് ഉറപ്പായും അച്ഛനെങ്കിലും വന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കും. അങ്ങനെയെങ്കിൽ ചെല്ലുന്നത് രഘുവേട്ടനും കൂടി ഒരു ആശ്വാസമായിരിക്കും അച്ഛാ. ശരി, അമ്പിളിയും മോളെയും ഞാൻ കൊണ്ടുപോയി കാണിക്കാം. പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് കയറില്ല. എനിക്ക് ഇപ്പൊ രഘുവിനെ കാണാൻ പറ്റില്ല. ഈ വീട് വിറ്റ് രഘുവിനെ ജയിലിൽ നിന്ന് ഇറക്കാനുള്ള പണം എന്റെ കയ്യിൽ വന്നാലേ ഞാൻ അവനെ പോയി ഒന്ന് കാണൂ. മതി, അച്ഛനപ്പ കണ്ടാ മതി. എന്നെ മോളെ നാളെ തന്നെ ഒന്ന് കൊണ്ടുപോവച്ച. എന്റെ സങ്കടം അച്ഛന് മനസ്സിലാവുമല്ലോ. പോകാന്ന് പറഞ്ഞില്ലേ അമ്പിളി? നാളെ തന്നെ പോകും. പോയി സമാധാനമായിട്ട് നീ കിടന്നുറങ്ങ്. ചേച്ചി കൂട്ടിക്കൊണ്ട് പോ മക്കളെ. ചേച്ചി ചെല്ലുമോളെ. മുറിയിൽ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട് അച്ഛാ. ആ, മോളും പോയി കിടന്നു. ദാ മോനെ ചായ. ഇതെന്താ മാനോമേ, ചായ കൂട്ടും മധുരയില്ലല്ലോ. അല്പം മധുരം കുറച്ച് ഉപയോഗിക്കുന്നത് ആ ആരോഗ്യത്തിന് നല്ലത്. ആ പിന്നെ എനിക്ക് പ്രായമായി. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതിനും അത്രയൊക്കെ ടേസ്റ്റേ കാണുള്ളൂ. ആ നല്ല സ്വാദോടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നീ പോയി അനുവിനെ മോനും കൂട്ടിക്കൊണ്ടുവാ. ഞാൻ എന്ത് പറഞ്ഞാലും മാനോമ അതിലേക്കല്ലേ വരൂ. അതെന്താ, ഞാൻ പറഞ്ഞത് തെറ്റാണോ? വിച്ചുമോനും അനുവും ഈ വീട്ടിലാ ഉണ്ടാവേണ്ടത്. എന്തിനാ മോനെ ഈ വാശിയും ദേഷ്യവും ഒക്കെ? വളരെ ചുരുങ്ങിയ ജീവിതമേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ. അത് വാശിയും പിണക്കവും കാണിച്ച് നശിപ്പിക്കാതെ സമാധാനവും സന്തോഷമായി ജീവിക്കാൻ നോക്കും. മാനോമ വിഷമിക്കാതെ, എല്ലാം വഴി ശരിയാവും. ആ, ഞാൻ കടയിലേക്ക് പോവാട്ടോ. നീ കഴിക്കുന്നില്ല സത്യ? വേണ്ട ഭാനുമേ, വിശപ്പില്ല. നിനക്കിന്ന് മറ്റെന്തെങ്കിലും തിരക്കുണ്ടോ? ഇല്ല. എന്താ ഏട്ടാ? നിനക്ക് പഞ്ചരത്നം വരെ ഒന്ന് പോകാൻ പറ്റും. പഞ്ചരത്നത്തിലോ? എന്താ കാര്യം? അവിടെ എന്റെ ഭാര്യയ്ക്കും മകനും ചെലവിനുള്ള കാശ് എത്തിക്കണം. എന്താ ഏട്ടാ? നിനക്കെന്താ മലയാളം അറിയില്ലേ? ഇനി മുതൽ എല്ലാ മാസവും അനുവിനും വിച്ചുമോനും ചെലവിനുള്ള കാശ് ഞാൻ എത്തിച്ചു കൊടുക്കാം.